നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. സാംബിയക്കെതിരെ അർജന്റീന ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് വിജയിച്ച മത്സരമുണ്ടല്ലോ. ആ കളിയിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണെന്നറിയോ? കളിയുടെ 49 മിനിറ്റ് ആകുമ്പോൾ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി വിധിക്കുന്നു. ആ പെനാൽറ്റി എടുക്കാൻ ഓട്ടമെൻഡിയെ വിളിക്കുന്നു ലയണൽ മെസ്സി. മെസ്സിക്ക് വേണമെങ്കിൽ അതെടുത്ത് ഗോളാക്കാം, പക്ഷെ അതില്ല. ഓട്ടമെൻഡിയെ വിളിക്കുന്നു. ഓട്ടമെൻഡിക്ക് വരാനൊരു മടി. അപ്പോൾ ഗോൾ കീപ്പർ അദ്ദേഹത്തെ തള്ളിവിടുകയാണ്. നീ പോയി എടുക്കണം എന്ന് പറഞ്ഞു തള്ളിവിടുന്നു. ഓരോ താരങ്ങളും നിർബന്ധിക്കുന്നു. അങ്ങനെ നടന്നു പോയി, ഒരല്പം ഹെസിസ്റ്റൻ്റായിട്ട് നടന്നുപോയി. ഒടുവിൽ മെസ്സിക്കൊന്നിങ്ങനെ കൈയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് ആ പെനാൽറ്റി എടുക്കുന്ന രംഗം, ആളുകൾ ആവേശത്തിലേക്ക് ആഘോഷത്തിലേക്ക് മാറുന്ന രംഗം, ഇതാണ് ഈ കളിയിലെ ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള നിമിഷം. കാരണം എന്താണെന്നറിയോ? ആ മനുഷ്യൻ അവർക്ക് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങളിൽ പങ്കെടുത്തവരാണ്. അത് എതിരാളികൾക്ക് ഒരു പക്ഷേ അഗ്ലി ടാക്ടിക്സ് ഒക്കെ എന്നൊക്കെ പറയാം, പക്ഷെ ടീമിൻ്റെ കോട്ട കാക്കാൻ കൈമൈ മറന്ന് പോരാടിയവനാണ് നിക്കോളാസ് ഓട്ടാമെൻഡി. അയാൾ അർജന്റീൻ മണ്ണിലെ തൻ്റെ അവസാന മത്സരമാണ് കളിക്കുന്നത്. ഇനി അർജന്റീൻ മണ്ണിൽ വന്ന് അർജന്റീനയുടെ ജേഴ്സി അടിഞ്ഞ് താൻ കളിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ വിരമിക്കുകയാണെന്ന് അദ്ദേഹം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയാവുമ്പോൾ അദ്ദേഹത്തിനൊരു ഫെയർവെൽ മാച്ചാണിത്. ആ ഫെയർവെൽ മാച്ചിൽ അദ്ദേഹത്തിന് ഒരു ഗോൾ അടിക്കാനുള്ള അവസരം കൂടി ഒരുക്കി കൊടുത്ത ക്യാപ്റ്റൻ ലിയോ മെസ്സിയിലെ അദ്ദേഹമാണ് യഥാർത്ഥ നായകൻ. ഒപ്പം സപ്പോർട്ട് ചെയ്ത താരങ്ങളിലെ അവരാണ് ശരിക്കുള്ള ടീംമേറ്റ്സ്. സഹതാരത്തിന് വളരെ മനോഹരമായിട്ടൊരു വിടവാങ്ങൽ സന്ദർഭം ഒരുക്കിയവർ. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പിൻവലിക്കുന്ന ഘട്ടത്തിലുണ്ടല്ലോ, താരങ്ങൾക്കൊക്കെ ഇങ്ങനെ കൈ കൊടുത്ത് അദ്ദേഹം മടങ്ങുമ്പോൾ സ്റ്റാൻഡിങ് ഒവേഷനാണ്. ലാ ബൊമ്പനേറ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ഓട്ടാമെൻഡിക്ക് വേണ്ടി കൈയടിക്കുന്ന നിമിഷം. യെസ്, അദ്ദേഹത്തിൻ്റെ കരിയർ ധന്യമായി എന്നർത്ഥം. ആ നിമിഷങ്ങൾ കണ്ട നമുക്കും ഫുട്ബോളിൻ്റെ മനോഹരമായ സൗന്ദര്യവും സംതൃപ്തിയും ഉൾക്കൊള്ളാനും പറ്റി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.